ഇന്നത്തെ ചിന്തയ്ക്ക് ടൈറ്റിലിട്ടിരിക്കുന്നത് ഹിസ് ബിലവഡ്, അവൻ്റെ പ്രിയൻ. ഹിസ് ബിലവഡ്, അവൻ്റെ പ്രിയൻ. ആമേൻ, ഹല്ലേലൂയ. ആധാരമായിട്ട് നമുക്ക് 127 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. സാംസ് 127 വേഴ്സസ് 1 and 2. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ 2 കൂട്ടം ആളുകളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കൂട്ടർ വീട് പണിയുന്നുണ്ട്, അവർ അധ്വാനിക്കുന്നുണ്ട്, പട്ടണം കാക്കുന്നുണ്ട്, അതികാലത്ത് എഴുന്നേറ്റ് കാര്യങ്ങൾ തുടങ്ങുന്നു. അതുപോലെ വളരെ വൈകി താമസിച്ച് കിടപ്പാൻ പോകുന്നു, കഠിന പ്രയത്നം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടരുണ്ട്, സ്തോത്രം, കിടന്നുറങ്ങുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഈ 2 കൂട്ടർ ഉണ്ടെങ്കിലും ആദ്യത്തെ കൂട്ടർ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, നേരത്തെ അതിരാവിലെ എഴുന്നേൽക്കുന്നു, ഉറക്കമുളച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ പട്ടണം കാക്കുന്നു, ബിൽഡിംഗ് ചെയ്യുന്നു. പക്ഷേ അവർക്ക് ഫലവത്താകാൻ കഴിയുന്നില്ല. അവർക്ക് വേണ്ടത്ര ഐശ്വര്യം ലഭിക്കുന്നില്ല. കാര്യങ്ങൾ എങ്ങനെയോ കടിച്ചു വലിച്ചു പോവുക. അങ്ങനത്തെ ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? സ്തോത്രം. അങ്ങനെയെങ്കിൽ അവിടെ അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, യഹോവ പട്ടണം കാക്കുന്നില്ല. സ്തോത്രം. നമുക്ക് ആർക്കും ഒന്നും തോന്നണ്ട, ദൈവവചനം നമ്മൾ ധ്യാനിക്കുകയാണ്. ഇവിടെ വളരെ അധ്വാനിക്കുന്നുണ്ട്, അതിരാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, വളരെ ലേറ്റായിട്ട് കിടക്കുന്നുണ്ട്, പ്രയത്നം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സാരം എന്ന് പറയുന്നത് യഹോവയുടെ സാന്നിധ്യം കുറവാണ്. യഹോവ പണിയുന്നില്ല. എന്നാൽ മറ്റൊരു ഗ്രൂപ്പിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. അവർ പറയുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത്, ദേ റിസീവ് എവറിത്തിങ്. എങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഉറക്കത്തിൽ അവർക്കത് ലഭിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ അങ്ങനെയുള്ളവരെ വിളിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, തൻ്റെ പ്രിയർ. ഹിസ് ബിലവഡ്, അവൻ്റെ പ്രിയർ. ഇന്ന് നാം ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അധ്വാനിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചൊക്കെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിന് പ്രിയനാണോ? അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുന്നു, അവൻ ഉറക്കത്തിൽ കൊടുക്കുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഉറക്കത്തിൽ അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവന് വേണ്ടി അവൻ ചിന്തിച്ചതിനേക്കാൾ നന്നായിട്ട് കൊടുക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മൾ നേരത്തെ പാടിയതുപോലെ സ്വർഗസിംഹാസനത്തിലിരുന്ന് കനിവോടെ നമ്മളെ ഓർക്കുന്നുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും എത്രമാത്രം അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതാണ് ചോദ്യ വിഷയം. അവൻ എല്ലാവർക്കും ഉറക്കത്തിൽ കൊടുക്കുന്നില്ല. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ ഇതുപോലെ അധ്വാനിക്കുവാനോ കഠിന പ്രയത്നം ചെയ്യുവാനോ അല്ല, അതിരാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ അത് വളരെ ലേറ്റായിട്ട് ഉറങ്ങി ഒരുപാട് കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്യുവാൻ വേണ്ടിയല്ല തൻ്റെ ഛായയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നാം അങ്ങനത്തെ ഒരു ജീവിത ശൈലിയാണെങ്കിൽ, അങ്ങനത്തെ ഒരു ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ നാം നമ്മെ തന്നെ വളരെയധികം ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചാട്ട്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. സ്തോത്രം.
ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിലാക്കി. ഉദ്ദേശം ഇതാണ്, അതിൽ വേല ചെയ്യണം, അതിനെ കാക്കണം. ഇതാണ് ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ചത്. സ്തോത്രം. കൾട്ടിവേറ്റ് ആൻഡ് ഗാർഡ്, അതിനെ കൾട്ടിവേറ്റ് ചെയ്യണം, അതിനെ ഫലഭൂയിഷ്ഠമാക്കിയതായിട്ട് വരണം. അതുപോലെ തന്നെ വളർത്തണം. അതുപോലെ തന്നെ എന്തു വേണം? അതിനെ കാവൽ ചെയ്യണം. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്? വീട് പണിയുന്നവർ, ദേ ബിൽഡപ്പ്, പണിയുന്നവർ. അടുത്തൊരു കൂട്ടരെ പട്ടണം കാക്കുന്നവർ, കാവൽ ചെയ്യുന്നവർ. എന്നാൽ അവർ ചെയ്യുമ്പോൾ അത് വൃഥാവായി പോകുന്നു, കാരണം ദൈവം അവരുടെ കൂടെയില്ല. എന്നാൽ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി തോട്ടത്തിലാക്കിയപ്പോൾ ദൈവം അവരുടെ കൂടെയുണ്ട്. അവിടെ എന്തു ചെയ്യുന്നു? അവിടെ സ്തോത്രം, അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, അതിനെ കാവൽ ചെയ്യുന്നു. അവിടെ എങ്ങനെയാണ് കാവൽ ചെയ്യുന്നത്? ഇവർ അധ്വാനിച്ച് വേർത്തിട്ടൊന്നുമല്ല. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളിന്മേലും ആകാശത്തിലെ പറവജാതികളിന്മേലും സകല ഭൂചരജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യം ഒക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. വാസ്തവത്തിൽ ദൈവം അവിടെ മനുഷ്യരെ കൊണ്ടാക്കുമ്പോൾ സകലവും അവൻ കൽപ്പിച്ചിരിക്കുകയാണ്. അവന് വേണ്ടുന്നതെല്ലാം അവിടെ ഒരുക്കിയിട്ടാണ് ആ തോട്ടത്തിൽ മനുഷ്യനെ കൊണ്ടുചെന്നാക്കുന്നത്. സ്തോത്രം. ഹിസ് ബിലവഡ്, അവൻ്റെ ഛായയിൽ അവന് വേണ്ടി സൃഷ്ടിച്ച ആ മനുഷ്യനെ അവിടെ തോട്ടത്തിലാക്കിയിരിക്കുന്നത്, കൾട്ടിവേറ്റ് ചെയ്യാൻ ആക്കിയിരിക്കുന്നത് ദൈവം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ അടക്കി അതിനെ വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. നിങ്ങൾ വാഴുന്നവരായിരിക്കണമെന്ന് അവരോട് പറഞ്ഞു എന്നല്ല, അങ്ങനെ ആകണമെന്നല്ല, അവരോട് കൽപ്പിച്ചു. അതുപോലെ തന്നെ അവസാന വാക്യം പറഞ്ഞത് എന്താണ്? ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും എല്ലാത്തിനും വേണ്ടതെല്ലാം എന്തു ചെയ്തു? അവിടെ ആക്കിയിട്ട് അങ്ങനെ ആകണമെന്ന് ദൈവം എന്തു ചെയ്തു? അവിടെ കൽപ്പിച്ചു. അങ്ങനെയാണ് ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച തൻ്റെ മനുഷ്യനെ അവൻ കൊണ്ടുവന്നാക്കുന്നത്. ബിലവഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? തൻ്റെ പ്രിയനെ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. എന്നാൽ ഒരു കൂട്ടർക്ക് ദൈവം എന്തോ ചെയ്യുന്നു? ഉറക്കത്തിൽ കൊടുക്കുന്നു. ബിലവഡ് എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ലവ്ഡ് ആൻഡ് ചെറിഷ്ഡ്. There is another group, they are being loved and cherished. ഹല്ലേലൂയ. ഇതിലെ ഏത് തരത്തിലുള്ള ഏത് കൂട്ടത്തിലുള്ളവർ ആയിരിക്കാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും സ്തോത്രം, നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് അതിനും ഗുണമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ കാണുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നില്ല, ദൈവവും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നടക്കണ്ട എന്നല്ല അവിടുത്തെ അർത്ഥം. എന്താണ്? ഈ ദൈവം തോട്ടത്തിൽ മനുഷ്യനെ കൊണ്ടുചെന്നാക്കുമ്പോൾ ദൈവം അവിടെ സകലവും ഒരുക്കിയിട്ടുണ്ട്. ഇറ്റ് വിൽ ഗെറ്റ് നറിഷ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി കെപ്റ്റ് പ്രോപ്പർലി. അതിനെ നോക്കാനായിട്ട്, ശുശ്രൂഷിക്കാനായിട്ട്, നീ ഒരു അതിൻ്റെ മേൽ വാഴാനായിട്ട് നീ അവിടെ ആയിരിക്കണം. ഇതാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ചത്. ഇവിടെ ലവ്ഡ് ആൻഡ് ചെറിഷ്ഡ്, ഞാനും നിങ്ങളും ആയിരിക്കേണ്ടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ലവ്ഡ് ബൈ ഹിം ആൻഡ് ചെറിഷ്ഡ് ബൈ ഹിം. ആവർത്തന പുസ്തകം ഡിട്രോണമി ചാപ്റ്റർ 33 വേഴ്സ് 12, അതിൻ്റെ 33-ാമത്തെ അധ്യായം
12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആ. അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവൻ ഗിരികളുടെ മീതെ അധിവസിക്കുന്നു. ഇതാണ് പ്രിയൻ എന്ന കാറ്റഗറിയിൽ ഉള്ളവരോട് ദൈവം പറയുന്നത്. ബെന്യാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ അവൻ നിർഭയം വസിക്കും. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഒരു കൂട്ടർ അവിടെ പട്ടണം കാക്കുന്നുണ്ട്, എന്നാൽ ഒരു കൂട്ടർ ഇവിടെ നിർഭയം വസിക്കുന്നു. ഹല്ലേലൂയ. ബെന്യാമിൻ നീ എന്തു ചെയ്യും? നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളും. ദൈവത്തിൻ്റെ പ്രോമിസാണ്. ദൈവം തൻ്റെ മനുഷ്യന് ഇത് ചിലരുടെ കുത്തക അവകാശമല്ല. ദൈവം സൃഷ്ടിച്ച ഏത് മനുഷ്യൻ്റെയും ഹല്ലേലൂയ അവൻ ആഗ്രഹിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ടു ബി ഹിസ് ബിലവഡ് എന്ന് വെച്ചാൽ, സ്തോത്രം, അവൻ അവനെ കാവൽ ചെയ്യും, അവൻ അവനെ മറയ്ക്കും. സ്തോത്രം. മാത്രവുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു എന്ന് വെച്ചാൽ അവൻ ഉയരത്തിൽ തന്നെ ആയിരിക്കും. അവൻ താണുപോകുന്ന അവസ്ഥയിൽ അവനെ നിങ്ങൾ കാണത്തില്ല. സ്തോത്രം. നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണെങ്കിൽ, അതിരാവിലെ എഴുന്നേറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇല്ല നന്നാ ലേറ്റായിട്ട് കിടക്കാൻ പോവുകയാണെങ്കിൽ, കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗിരികളുടെ മധ്യ വസിക്കാൻ കഴിയത്തില്ല. എന്നാൽ സ്തോത്രം, തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഹല്ലേലൂയ. There's something that we need to take note. ഒരു കൂട്ടർ അങ്ങനെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവ പണിയുന്നില്ല, ദൈവം ചെയ്യുന്നില്ല. മനുഷ്യൻ ചെയ്യുന്നുണ്ട്, എന്നാൽ ദൈവം ചെയ്യുന്നില്ല. സ്തോത്രം. മറ്റിടത്ത് മനുഷ്യൻ ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ ദൈവം അവന് വേണ്ടി മുഴുവൻ ചെയ്യുന്നു. സ്തോത്രം. അവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതും ആക്കി വച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഉറക്കത്തിൽ ലഭിക്കണം. നമ്മൾ ഭയം കൂടാതെ നമ്മൾ ജീവിക്കണം, ബലത്തോടെ ശക്തിയോടെ ജീവിക്കണം. സ്തോത്രം. പേടിപ്പിക്കുന്നവരൊക്കെ കാണും, പക്ഷെ പേടിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അവൻ ഭയരഹിതനായി ജീവിക്കും. എന്നാൽ അധ്വാനിക്കുന്നവരോ ദേ ലേബർ ഇൻ വെയിൻ. ഇത് പറയുന്നത് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും എഴുതിയുണ്ടാക്കി എൻ്റെ ചിന്ത വന്ന് പറയുന്നതൊന്നുമല്ല, ദൈവവചനത്തിൽ പറയുന്നതാണ്. ദേ ഹാർഡ് വർക്ക് ബട്ട് ഇൻ വെയിൻ. സ്തോത്രം. ദേ ടോയിൽ. അതുപോലെ തന്നെ എന്താ പറയുക, ബിൽഡ്, ഗാഡ് എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ കൊണ്ട് ഒന്നും അവർക്ക് നേട്ടമില്ല. എന്നാൽ അതങ്ങനെയുള്ള സംഭവം ഉണ്ടോ? ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിച്ചാട്ടെ. അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമായിരിക്കും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തന്നെ ചേരും. ആഹാ, ഈ കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അധ്വാനിക്കുന്നുണ്ട്, കാവൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. വളരുന്നത് എന്താണ് അവിടെ വളരുന്നത്? സ്തോത്രം. മുള്ളും പറക്കാരയും ഒക്കെയാണ് അവിടെ വളരുന്നത്. സ്തോത്രം. ഈ കൂട്ടർ അവിടെ ഉണ്ട്. ഇങ്ങനൊരു കൂട്ടരുണ്ടെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, അവനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി തോട്ടത്തിലാക്കി. അവിടെ പറഞ്ഞിരിക്കുന്നു, സകലവും അവന് വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. നീ അവിടെ ചെല്ലണം, വാഴണം. എവറിത്തിങ് വിൽ കം ഔട്ട് ഫോർ യു. നീ അതിനെ കാത്തുകൊണ്ട് അവിടെ നിന്നാൽ മതി. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, എന്താണ്? നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും
പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. സ്തോത്രം. ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഹല്ലേലൂയ. പാപം. ഒരു കൂട്ടരെ ദൈവം അവിടെ കൊണ്ടാക്കി. അവർ ഈ അവസ്ഥയിലേക്ക് വരാൻ ഒറ്റ കാരണമേ ഉള്ളൂ, പാപം. നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിച്ച് തിന്നരുതെന്ന് പറഞ്ഞ കാര്യം നീ തിന്നതുകൊണ്ട് അവരുടെ സ്റ്റാറ്റസ് മാറി. അതുകൊണ്ട് ഇവിടെയുള്ള ഭാര്യമാരുടെ വാക്കൊന്നും കേൾക്കണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്തോത്രം. കാര്യം ഇതാണ്, പാപം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ ഈ പറഞ്ഞ കൂട്ടരായി. ആരെ? അധ്വാനിക്കുന്നു, പട്ടണം കാക്കുന്നു, ബട്ട് ദേ ആർ ഡൂയിങ് ഇറ്റ് ഇൻ വെയിൻ. അവർ ചിന്തിക്കുന്നതല്ല അവിടെ വളരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പാട്ട് പാടിയപ്പോൾ പാട്ടുകാരൻ പാടി, എന്താ പാടിയത്? പാപം ചെയ്യാതെന്നെ കാവൽ ചെയ്തിടുവാൻ സർവേശ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. പാപം ചെയ്യാതെന്നെ കാവൽ ചെയ്തിടുവാൻ സർവേശ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെൻ്റെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ. രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെൻ്റെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ. ആ ഭക്തൻ്റെ പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഞാൻ സ്വപ്നത്തിൽ കൂടെയും ഞാൻ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ സ്വപ്നത്തിൽ പോലും നീ എന്നെ കാക്കണം. പാപം ചെയ്യാതെ നീ എന്നെ കാവൽ ചെയ്തിടുവാൻ സർവേശ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. എത്ര പേര് അങ്ങനെ ദാഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. തൻ്റെ ചായൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ കാരണം അവൻ്റെ പാപം ഒന്ന് മാത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ശലോമോനാണ് നമ്മൾ വായിച്ച കുറിവാക്യം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം അത് കണ്ടു. ഒരു കൂട്ടർ പാപത്തിലും ഒരു കൂട്ടർ പാപമില്ലാതെയും ജീവിക്കുന്നു. അതാണ് 1-2 വാക്യങ്ങൾ അവിടെ പറഞ്ഞത്. സ്തോത്രം. തൻ്റെ പ്രിയനോ, ഹല്ലേലൂയ, അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പാപം നമ്മെ രണ്ടാക്കി തിരിക്കുന്നു. അത് വരാതിരിക്കാൻ ഭക്തൻ പാടുകയാണ്, എന്നെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ദൈവം ചെയ്യുന്നില്ല, ദൈവം അവരുടെ കൂടെയില്ല. അതുകൊണ്ട് ദേ ബിൽഡ് ഗാഡ് ഇൻ വെയിൻ. എന്നാൽ ഒരു ഭാഗത്ത് ദൈവം കൂടെയുള്ളതിനാൽ ദേ ആർ ഓൾവേസ് ഹാവ് ദ പീസ് ഓഫ് മൈൻഡ്. ഉറങ്ങുക എന്ന് പറഞ്ഞത് അവർക്ക് ഭയമില്ല. ദേ ആർ അണ്ടർ ഷെൽട്ടർ. ഹല്ലേലൂയ. അവർക്ക് എപ്പോഴും ഹല്ലേലൂയ ഒരു കരം കൂടെയുണ്ട്. അതെങ്ങനെയാ? അവർക്ക് പ്രിയരാ. നമ്മുടെ അപ്പനെ പ്രിയരാകണമെങ്കിൽ കുറേ പ്രസംഗിച്ചുകൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പനെ പ്രിയരാകണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പറ്റത്തില്ല, ബൈബിൾ വേഴ്സ് മെമ്മറി ചെയ്തുകൊണ്ട് പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ പാപത്തെ വെറുത്ത് ഹല്ലേലൂയ നമ്മൾ അവൻ്റെ ഇഷ്ടമെന്ന് അന്വേഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അത്രമാത്രം അവനത് ഇഷ്ടമല്ല എന്നുള്ളത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ പാപമാണ് സ്വന്തം ഓമന പുത്രനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ അവനെ പ്രേരിപ്പിച്ചത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ. നിങ്ങളുടെ ബുദ്ധിയിൽ അല്പം കുറവായതുകൊണ്ട് കുഴപ്പമില്ല, സൗന്ദര്യം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, എഡ്യൂക്കേഷൻ അല്പം മാറിയാലും കുഴപ്പമില്ല. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ, ഒന്നു മാത്രമേ നിങ്ങളെ ഈ ദൈവത്തിൽ നിന്നും അകറ്റത്തുള്ളൂ. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് വേർതിരിക്കുന്ന ഒറ്റ കാര്യമെന്ന് പറയുന്നത് പാപമാണ്.
വായിച്ചട്ടെ. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അവൻ വിളിച്ചിട്ടും കേൾക്കുന്നില്ല, അവൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. പാപം ഒന്നു മാത്രം. ഹല്ലേലൂയ. അവൻ്റെ പ്രിയനായിരിക്കുവാൻ, അവൻ്റെ പ്രിയയായിരിക്കുവാൻ നമുക്ക് വേണ്ടത്, ഹല്ലേലൂയ, സ്തോത്രം, അവൻ്റെ സ്നേഹത്തിനുള്ളിലായിരിക്കണം. അവൻ്റെ പ്രിയരായിട്ടിരിക്കുവാൻ തക്കവണ്ണം, എന്താ പറഞ്ഞ്, ലവ്ഡ് ആൻഡ് ചെറിഷ്ഡ്. അവനാൽ സ്നേഹിക്കപ്പെട്ടും അവനാൽ വളർത്തപ്പെട്ടും ഇരിക്കുന്ന ഒരു കൂട്ടരായിട്ട് ഇരിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് അവൻ തൻ്റെ ഓമന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ, സ്തോത്രം, ആ സ്നേഹം റിസീവ് ചെയ്യുന്നവരാക്കുവാൻ വേണ്ടി, പ്രിയർ എന്ന് പറഞ്ഞാൽ ലവ്ഡ് ആൻഡ് ചെറിഷ്ഡ്, അങ്ങനെയുള്ള ഒരു കൂട്ടം ആക്കുവാൻ വേണ്ടി അവൻ എന്തോ ചെയ്തു? ഏറ്റവും വലിയ വില കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 3:16 വായിച്ചട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതിനേക്കാൾ വലിയ സ്നേഹമില്ല. Loved by the Father. ഹല്ലേലൂയ. തൻ്റെ ഓമന പുത്രനെ നൽകി, അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. നമുക്കെന്താ വേണ്ടേ? നമുക്ക് അവൻ്റെ പ്രിയൻ, ഹിസ് ബിലവഡ് എന്നുള്ള ടൈറ്റിൽ വേണം. അത് കിട്ടണമെങ്കിൽ വേറെ എവിടെയും നമുക്ക് ലഭിക്കത്തില്ല. ഒരുപാട് നേർച്ചകൾ നേർന്നത് കൊണ്ട് ബിലവഡ് എന്നുള്ള പൊസിഷൻ കിട്ടത്തില്ല. അത് കിട്ടിയാൽ ഞാനും നിങ്ങൾക്കും മറ്റൊന്നും വേണ്ട. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 5:8 വായിച്ചാട്ട്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്തോത്രം. നമ്മോടുള്ള സ്നേഹത്തെ, he wants us to be receiving his love. He wants us to be, under his care, under his love and under his cherishing. ദൈവമക്കൾ, നമ്മൾ വ്യാകുലപ്പെട്ട് സങ്കടപ്പെട്ട് ആകെ പരാക്രമം അടിച്ച് ഓടുന്ന ഒരു കൂട്ടമായിട്ട് ഇരിക്കാനല്ല. ദാറ്റ് വാസ് ദേർ ആഫ്റ്റർ ദ സിൻ. എന്നാൽ യേശുക്രിസ്തുവിനെ വീണ്ടും ഇവിടെ അയച്ചിരിക്കുന്നത് ഞാനും നിങ്ങളും വീണ്ടും കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഒന്നുമില്ലാത്തവരെ പോലെ നടക്കാൻ വേണ്ടിയിട്ടല്ല. സ്തോത്രം. എന്നാൽ ഞാനും നിങ്ങളും ഉത്സാഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഐ വാണ്ടഡ് ടു ബി, ഹി ലവ്ഡ് മീ സോ മച്ച്. ഇതിനേക്കാൾ കൂടുതലൊരു സ്നേഹം ഇനി അവന് കാണിക്കാനില്ല. അത്രമാത്രം അവൻ സ്നേഹം കാണിച്ചു. ആ സ്നേഹത്തിൽ ഞാൻ ഇനി ആയിരിക്കും. ഹല്ലേലൂയ. ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്താണ്? പാപം മാത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ചെറുതായിരിക്കാം വലുതായിരിക്കാം, തെറ്റ് തന്നെയാണ്. ഭാര്യയുടെ വാക്ക് കേട്ട, അല്ലാതെ അടുത്ത വീട്ടിലാരുടെയും വാക്ക് കേട്ടതല്ല. ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് അവൻ പാപം ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എന്തോ ചെയ്യും? പൊടിയാ, നീ പൊടിയിലേക്ക് തന്നെ പോകേണ്ടി വരും. സ്തോത്രം. ചെറിയ കാര്യമാണ്, പക്ഷെ ദൈവത്തിന് ഹല്ലേലൂയ ഒരിക്കലും പറ്റുന്നതല്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. സ്തോത്രം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2:4-6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങൾ കാണിക്കേണ്ടതിന് തന്നെ. ഈ വരുംകാലങ്ങളിൽ നമ്മളത് കാണേണ്ടതിന്, ഏത് കാണേണ്ടതിന്? ആ തൻ്റെ പ്രിയന് ഉറക്കത്തിൽ കൊടുക്കുന്നത് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് അവൻ കാണേണ്ടതിന് വേണ്ടി, ഞാനും നിങ്ങളും അത് അനുഭവിക്കാൻ വേണ്ടി അവൻ എന്തോ ചെയ്തു? തൻ്റെ ഓമന പുത്രനെ നമുക്ക് നൽകി തന്നു. സ്തോത്രം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ, അവൻ യേശു ക്രിസ്തുവിലൂടെയുള്ള നമ്മുടെ ആ സ്നേഹം, അതിൻ്റെ ആ വാത്സല്യത്തിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കുവാൻ. ഇത് സ്വർഗത്തിൽ ചെന്നാൽ മാത്രമൊന്നുമല്ല കേട്ടോ.
ഇവിടെയുമുണ്ട്. ഇത് കാണിക്കുവാൻ വേണ്ടിയാ തൻ്റെ ഓമന പുത്രനെ അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നത്. വീണ്ടും കഷ്ടപ്പെട്ട് അയ്യോ യേശു ഉണ്ട്, യേശു സ്വർഗത്തിൽ സിംഹാസനം തന്നിൽ എന്നെ കനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഓർത്തുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ വറിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. നോ, സംതിങ് നോട്ട് വെരി റൈറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. അവനിൽ ആശ്രയിച്ച് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, അവനോടുകൂടെ ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മളോട് ആഹ്വാനം പറയുന്നു. ഹല്ലേലൂയ. അവൻ പറഞ്ഞു ആ ക്രിസ്തുയേശുവിലുള്ള സ്നേഹം, അതിൻ്റെ ധനം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. സ്തോത്രം. അവന് നമ്മെ അത്രമാത്രം ഇഷ്ടമാണ്. തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മോടുള്ള അവൻ്റെ സ്നേഹമെന്ന് പറയുന്നത് വെറും ബൈബിളിൽ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 3:16 നമ്മൾ വാസ്തവമായിട്ട് ലെറ്ററുകളിൽ കണ്ടാൽ മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നു. അത് കൂടുതൽ ഹല്ലേലൂയ ആ സ്നേഹത്തിൽ ആയിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ന് പലരുടെയും ജീവിത ലക്ഷ്യം, ദ എയിം, ദ ഗോൾ ഈസ് ടു സംഹൗ ഹാർഡ് വർക്ക്, സംഹൗ ബിൽഡ് ബിഗ് ഹൗസ്, സംഹൗ എന്താ പറയുക, മക്കളൊക്കെ വിദേശത്ത് പോകണം, നല്ല തണുപ്പുള്ള രാജ്യത്തേക്ക്. പിന്നെ അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളാണ്. അതിനുവേണ്ടി അധ്വാനിക്കുക, ഉള്ളത് മുഴുവൻ സമ്പാദിക്കുക. എന്നാൽ ദൈവം പറയുന്നു, എത്രമാത്രമുണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ദൈവത്തിന് പ്രിയനായിട്ടിരിക്കണം, ഞാൻ അതിനുവേണ്ടി എന്തും സമ്പാദിക്കും. ഹല്ലേലൂയ. ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എനിക്ക് വേണ്ടത് അവനെ പ്രിയനായിരിക്കണം. ബോത്ത് ആർ ട്രൈയിങ് സെയിം തിങ്. ഒരാൾ അധ്വാനിക്കുന്നു, കാവൽ ചെയ്യും, എന്തിനു വേണ്ടി കിട്ടാൻ, പക്ഷേ ദെൻ ഹി ഈസ് നോട്ട് ഗെറ്റിംഗ്, ഹി വർക്ക് ഇൻ വെയിൻ. എന്നാൽ ഒരാൾ എന്ത് ചെയ്യുന്നു, അവനിത് മനസ്സിലാക്കി അവൻ്റെ പ്രിയൻ എന്നുള്ള സ്ഥാനം മുറുകെ പിടിച്ച് അവനോട് കൂടെ നിൽക്കുന്നു, അവനോ എല്ലാം ഉറക്കത്തിൽ ലഭിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഈ ദൈവം നമ്മിൽ സന്തോഷിക്കുന്നു, നമ്മിൽ ആനന്ദിക്കുന്നു. നമുക്കൊരു വേദവാക്യം വായിക്കാം. സെഫന്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, നിന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് പറയുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് കഴിയത്തില്ല, എന്നാൽ അവനെ സകലവും സാധ്യം. അവൻ രക്ഷിക്കുന്ന വീരനായി നിങ്ങളുടെ മധ്യേയുണ്ട്. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. നിന്നിൽ അവൻ സന്തോഷിക്കുമെന്ന്. എന്നിലും നിങ്ങളിലും വലിയവനായ ദൈവം സന്തോഷിക്കുമെന്ന്. ഇനി പറഞ്ഞ് മതിയായിട്ടില്ല. എന്താ പറയുന്നത്? തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. അയ്യോ, നമ്മെക്കുറിച്ചുള്ള അവൻ്റെ എക്സ്പെക്റ്റേഷൻ, ഘോഷത്തോടെ അവൻ നമ്മിൽ ആനന്ദിക്കും. എന്നാൽ എന്തുണ്ട്? പാപം, ഇതത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖം നമ്മിൽ നിന്ന് മറയ്ക്കുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, മറ്റു പലതിനും നമ്മൾ ഒരുപാട് ഓടുന്നുണ്ടല്ലോ. ഒരു ലക്ഷ്യം കൂടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കട്ടെ. എനിക്ക് അവൻ്റെ ഇഷ്ടം ചെയ്യണം. അവൻ്റെ മുഖം മറയ്ക്കുന്ന ഒന്നുണ്ട്, അതിൽ നിന്ന് എന്നെ അകറ്റണം. അതെൻ്റെ ജീവിതത്തിൽ കടന്നു വരരുത്. ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ തെറ്റിപ്പോകാൻ ഇടവരുത്തരുത്. എനിക്ക് അവൻ്റെ സ്നേഹത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. എനിക്ക് അവൻ്റെ പ്രിയനായിട്ട് തന്നെ മുന്നോട്ട് പോകണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെങ്ങനെയാണ് അവൻ്റെ പ്രിയനാകാൻ പറ്റുന്നത്? എങ്ങനെയാ? ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ അവൻ്റെ പ്രിയയായിട്ട് നമുക്ക് കടന്നു പോകുവാൻ പറ്റും. സ്തോത്രം. ഒരു തീരുമാനത്തോടെ ഇന്ന് നാം കടന്നു പോകണം. ഹല്ലേലൂയ. ഒന്ന്, വിശ്വസിക്കുക. നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കുക. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക.
യേശു ഇത്രമാത്രം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് വിശ്വസിക്കുക. ദൈവം തൻ്റെ ഓമനപുത്രൻ നൽകി എന്നെ വിടുവിച്ചു, അവൻ രക്ഷിക്കുന്ന വീരനായിട്ട് എന്നോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിക്കുന്നവർക്ക് അവൻ എന്തോ ചെയ്യുന്നു? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വസിക്കുക. ഫെയ്ത്ത്. ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നു. അവൻ നമ്മെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ നൽകിയിരിക്കുന്നു. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അതോടൊപ്പം ഹി വിൽ റിവാർഡ് മീ. നമ്മുടെ അവസ്ഥകളൊക്കെ മാറ്റാൻ അവന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ അവന് ബുദ്ധിമുട്ടില്ല. ഞാനും നിങ്ങളും എടുക്കേണ്ട റൈറ്റ് സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ, ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. എനിക്കതുപോലെ ആകണം. ഉറക്കത്തിലും എന്നെ കാവൽ, പാപം ചെയ്യാതെ എന്നെ കാവൽ ചെയ്യണം. ഹല്ലേലൂയ. ഉറക്കത്തിലും. കാരണം ഐ വാണ്ടഡ് ടു ബി ഹിസ് ബിലവഡ്. ഐ വാണ്ടഡ് ടു ബി ഹിസ് ബിലവഡ്. ആമേൻ. അത് കുറച്ചെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇരുന്ന് ഒറ്റയ്ക്ക് പോയിരുന്ന് അവൻ്റെ സന്നിധിയിലൊക്കെ ഒന്ന് അല്പസമയം സ്പെൻഡ് ചെയ്യണം. യു നോ ദ പവർ ദാറ്റ് യു റിസീവ്. യു നോ ദ ബ്ലെസ്സിങ്, ദ ജോയ് ദാറ്റ് യു വിൽ ഹാവ്. ആൻഡ് അവൻ്റെ പ്രിയനായി തീർന്നാലുണ്ടല്ലോ ദൈവമക്കളെ, ദാറ്റ് ഈസ് ദ വെൽത്ത്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വായിക്കാം. 1 വിശ്വാസം, 2 അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരോടും എന്ത് വേണം? റിപ്പന്റ്. എന്ത് വേണം? വിശ്വാസം വേണം. 2 റിപ്പന്റ്. എല്ലായിടത്തും എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും ദൈവം കാണാതെ വണ്ണം, മുഖം മറയ്ക്കത്തക്കവണ്ണം ഇഷ്ടമില്ലാത്തത് ചെയ്തു. അതുകൊണ്ട് അവൻ പറയുകയാണ് റിപ്പന്റ്. നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക, മാനസാന്തരപ്പെടുക, വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. സ്തോത്രം. 3-ാമതായിട്ട് ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ, ഇതിന് പരിഹാരമായിട്ട് തന്ന യേശു ക്രിസ്തുവിനെ റിസീവ് ചെയ്യുക. ആമേൻ. വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 14:6 പറഞ്ഞിരിക്കുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിലൂടെ മാത്രം അവൻ നമുക്ക് രക്ഷ തന്നിരിക്കുന്നു. യേശുവിലൂടെ മാത്രം, യേശു ക്രിസ്തുവിലൂടെ മാത്രം എന്തെങ്കിലും നമുക്ക് അവനിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മളെന്താ നേരത്തെ വായിച്ചത്? എഫേസ്യർക്ക് ലേഖനത്തിൽ എന്താ വായിച്ചത്? ആ വാത്സല്യ പുത്രനോട് കൂടെയുള്ള, അല്ലേ, ആ പുത്രനിലൂടെയാണ് നമ്മെ അവൻ സ്നേഹിക്കുന്നത്. വേറെ ഒരു വഴിയുമില്ല കേട്ടോ. സ്തോത്രം. അവൻ നമ്മെ സ്നേഹിക്കുന്നതും നമുക്ക് അവനെ സ്നേഹിക്കുവാൻ കഴിയുന്നതും അവൻ്റെ പ്രിയയായിട്ട് ഇരിക്കാൻ കഴിയുന്നതിനും ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, അവനെ കർത്താവായി ഏറ്റെടുക്കുക, അവൻ്റെ ഇഷ്ടമെന്തെന്നറിഞ്ഞ് അവനെ പിൻപറ്റുക. സ്തോത്രം. ഇത് 3 എനിക്കും നിങ്ങൾക്കും ചെയ്യാമെങ്കിൽ വി വിൽ ബി ഹിസ് ബിലവഡ്. അവൻ്റെ പ്രിയരായിരിക്കും. ആമേൻ. ദൈവവചനം പറയുന്നു, ജീവനും ഹല്ലേലൂയ ഹല്ലേലൂയ വെളിച്ചമായിരിക്കുന്ന ദൈവവചനം പറയുകയാണ്, ഹി വിൽ ഡു. അവനെ ഒന്ന് പിൻപറ്റാനായിട്ട് ഒരു തീരുമാനത്തോടെ. നമ്മളെല്ലാവരും വെറും പാപത്തിൽ കുഴഞ്ഞു കിടക്കുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നതിൻ്റെ കാര്യം. എന്നാൽ നമ്മെ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്ത്, എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നുണ്ട്, ഒന്നേ ഒന്ന്. സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു ആ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ ഒന്നിനും കഴിയത്തില്ല, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, അല്ലേ. സ്തോത്രം. ഒന്നിനും കഴിയത്തില്ല, മരണത്തിനോ ജീവനോ കഴിയത്തില്ല. പക്ഷേ പാപം ഹല്ലേലൂയ. അത്രമാത്രം നാം പാപത്തെ വെറുക്കണം, അത്രമാത്രം നാം അതിനോട് നോ പറയണം. സ്വപ്നത്തിൽ പോലും എന്നെ കാക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിനെ പറ്റി. യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണം. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് 2 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് ശബ്ദം, ഹീ ഈസ് മൈ ബിലവഡ്. ഹല്ലേലൂയ. ബാപ്റ്റിസം എടുത്ത് വെളിയിൽ വന്നപ്പോൾ, അതുപോലെ തന്നെ മറുരൂപ മലയിൽ വെച്ച് സ്തോത്രം,
ദൈവം ശബ്ദത്തോടെ പറഞ്ഞു. കേട്ടവർ സാക്ഷീകരിക്കുന്നു. ഹല്ലേലൂയ, ഹി ഈസ് മൈ ബിലവഡ്. സ്തോത്രം. ആ ഓമന പുത്രനെ കാൽവരിയിൽ യാഗമാക്കിയതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വി ഷുഡ് ബിക്കം ഹിസ് ബിലവഡ്. ആമേൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അവൻ്റെ പ്രിയനും അവൻ്റെ പ്രിയയും ആയിത്തീരുവാൻ വേണ്ടി തൻ്റെ ഓമനപുത്രനെ, തൻ്റെ ബിലവഡ് ആയ ആ ഓമനപുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി. എന്നിട്ടും ഞാനും നിങ്ങൾ ഇനിയും ഹല്ലേലൂയ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പൊടിയിലേക്ക് പോകുന്നവരെ പോലെ ആകുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു തിങ്ക് ട്വൈസ്. ഹല്ലേലൂയ. പാപത്തെ വിട്ടുള്ളൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ, സ്തോത്രം, തീർച്ചയായിട്ടും we will enjoy his goodness. അവൻ സ്വർഗത്തിലിരുന്ന് നോക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ രക്ഷ അയച്ചിരിക്കുന്നു. അവൻ ഹല്ലേലൂയ യേശുക്രിസ്തുവിലൂടെ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. അവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി കരുതുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, പാപം ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥയുണ്ട്. I tell you, if we take a decision today, we will be back to garden. We will be, hallelujah, back to the garden. Amen. അവൻ നമ്മെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ അവൻ മതിയായവൻ. അതിനുവേണ്ടിയാ അവൻ വില കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം 1 നേരത്തെ വായിച്ച ഭാഗങ്ങൾ വായിക്കുക. അവൻ സകലത്തെയും അവൻ പറഞ്ഞ് കൽപ്പിച്ചിട്ടുണ്ട്. ഈ അവസ്ഥ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ കാലുകൾ വയ്ക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ, ഓരോ കാര്യത്തിൽ ചുവടുകൾ, തലമുറയുടെ വിഷയങ്ങളിൽ നമ്മളത് അനുഭവിക്കും. എല്ലാം എൻ്റെ കർത്താവ് ഭംഗിയാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടും. ഹി വിൽ ഡു ദാറ്റ്. അവൻ്റെ പ്രോമിസാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അത് സ്വീകരിച്ചവരായിട്ട് വേണം കടന്നു പോകുവാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. അധ്വാനിക്കുക, ടോയിൽ അല്ലെങ്കിൽ ഗാർഡ് ചെയ്യുക, അതൊക്കെ വേണം. നമ്മെ ആക്കിയിരിക്കുന്ന ഇടത്ത് അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവത്തോട് പിതാവിനോട് കൂടെ ചെയ്യേണ്ട കാര്യം. എന്നാൽ ദൈവം അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒറ്റ കാര്യം ഞാനും നിങ്ങൾ നോക്കണം, അവൻ്റെ പ്രിയനാണ് എന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറാൻ പാടില്ല. സ്തോത്രം. അതിന് മാറ്റുന്നത് ഒന്നേ ഉള്ളൂ, പാപം. അത് ഉറക്കത്തിൽ പോലും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. നമുക്ക് ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം.